അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി അസ്സമീഉൽ അലീം മിനശ് ശൈത്താനിർ റജീം. വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദഅാ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സ്നേഹാദരണീയരായ വിദ്യാർത്ഥികൾ, അൽഹംദുലില്ലാഹ് ഈ സമാപന സെഷൻ മനസ്സു തുറന്ന് അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. വെള്ളിയാഴ്ച മുതൽ നമ്മൾ തുടങ്ങി ഈ സമാപന സെഷനോടുകൂടെ നമ്മൾ നമ്മുടെ വീടുകളിലേക്ക്, ക്യാമ്പസിലേക്ക് മടങ്ങുകയാണ്. ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും പകർത്താനും നമുക്ക് കഴിഞ്ഞു. നമ്മൾ കേട്ട, പഠിച്ച, പകർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് പകർന്നു കൊടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. തീർച്ചയായും നാം നമ്മുടെ ക്യാമ്പസുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ പ്രൊഫ്കോണിൽ പങ്കെടുക്കാത്ത ആളുകൾ, പ്രൊഫ്കോണിനെ കുറിച്ച് ഒരു പക്ഷേ കേട്ടിട്ടില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ കേൾക്കാനും അറിയാനും അവസരമുണ്ടായിട്ട് പോലും വരാൻ പറ്റാതിരുന്ന സഹോദരങ്ങൾ, അല്ലെങ്കിൽ വരാതിരുന്നവർ, അങ്ങനെ ഒരുപാട് സഹോദരന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് നമ്മൾ കേട്ട കാര്യങ്ങളെ മനസ്സ് തുറന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈ ഉത്തരവാദിത്വ നിർവഹണത്തിൽ നിന്ന് ഒളിച്ചോടാൻ നമുക്ക് കഴിയില്ല. വ്യത്യസ്ത പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമുക്കറിയാം. യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നീനവ പ്രദേശത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അനുമതി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്രദേശം വിട്ട യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കടലിൽ നിന്ന് കടലിൻ്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ട അവസ്ഥയിൽ ഒരു വലിയ മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങിയ സംഭവങ്ങൾ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിഞ്ഞോടാൻ, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വ നിർവഹണ രംഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം നമുക്കൊരു ഗുണപാഠമാണ്, ശക്തമായ താക്കീതാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് അള്ളാഹു ഏൽപ്പിച്ച, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ട വലിയ ഉത്തരവാദിത്വമാണ് കേട്ട, അറിഞ്ഞ, പഠിച്ച, പകർത്തുന്ന കാര്യങ്ങൾ നമ്മുടെ സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം. ആ രംഗത്ത് വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങൾ ഉണ്ടാവാം. ഒരു പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വേദനിപ്പിക്കുന്ന പ്രതികരണങ്ങൾ നമ്മുടെ ചുറ്റും നിന്ന് നമുക്ക് കാണേണ്ടി വരാം, അല്ലെങ്കിൽ കേൾക്കേണ്ടി വരാം. പക്ഷേ സൂറ ആൽ ഇംറാനിലൂടെ അള്ളാഹ് പറയുന്നൊരു വർത്തമാനമുണ്ട്. ലതുബ്ലുവന്ന ഫി അംവാലികും വഅൻഫുസികും വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറ വഇൻ തസ്ബിറു വതത്തഖു ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ സമ്പത്ത്, ഇതിലെല്ലാം അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നിട്ട് അള്ളാഹ് പറഞ്ഞു. അള്ളാഹു പഠിപ്പിച്ച ഈ സത്യ ദർശനത്തെ, ഈ മഹിതമായ ആദർശത്തെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പാതയെ നിങ്ങൾ ജനമനസ്സുകളിൽ പകർന്നു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യത്യസ്ത മതസ്ഥരിൽ നിന്ന്, വ്യത്യസ്ത ആദർശത്തിൻ്റെ വക്താക്കളിൽ നിന്നും, പ്രത്യേകിച്ച് വേദക്കാരിൽ നിന്നും, അതോടൊപ്പം തന്നെ ബഹുദൈവാരാധകരിൽ നിന്നും നിങ്ങൾക്ക് ശക്തമായ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ കേൾക്കേണ്ടി വരിക തന്നെ ചെയ്യും. വലതസ്മഉൻ എന്നാണ് അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അങ്ങനെ എന്തർത്ഥത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഇകഴ്ത്തലുകളും എന്തു തന്നെ ഉണ്ടായാലും നമ്മുടെ നിലപാടെന്തായിരിക്കണമെന്ന് അള്ളാഹ് നമുക്ക് പറഞ്ഞു തരുന്നു. വഇൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ ക്ഷമ അവലംബിക്കുകയും നിങ്ങൾ തഖ്വ നിലനിർത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നത് കാരുണ്യവാനായ റബ്ബിന്റെ ഉപദേശമാണ്. ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ദൃഢനിശ്ചയം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് അത് എന്ന് പറഞ്ഞാണ് അള്ളാഹു ആ ആയത്ത് നിർത്തുന്നത്. അതുകൊണ്ട് പ്രൊഫ്കോണിൽ പങ്കെടുത്ത എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ സഹോദരിമാരോട് മനസ്സു തുറന്ന് പറയാനുള്ളത്, MSMന് പറയുവാനുള്ളത്, നമ്മൾ ഒരുമിച്ച് മുന്നേറേണ്ടതുണ്ട്. ഇനിയും ഈ പ്രൊഫ്കോണിൽ പങ്കെടുത്ത കേരളത്തിൻ്റെ അകത്തും പുറത്തുമുള്ള എത്രയെത്ര പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് പ്രൊഫഷണൽ വിദ്യാർത്ഥികളുണ്ട്. ഒരുപാട് സഹോദരങ്ങൾ. ഇനിയും ഇത് കേൾക്കാത്ത ആളുകൾ, അറിയാത്ത ആളുകൾ എത്തിക്കുക എന്ന വലിയ ഉത്തരവാദിത്തത്തിൽ നിങ്ങളേവരും MSMന്റെ കൂടെ നിൽക്കണമെന്നും നമുക്കൊരുമിച്ച് അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠരായ പ്രവാചകന്മാർ നിർവഹിച്ച ആ ഉന്നതമായ ദൗത്യം
നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. തീർച്ചയായും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നമ്മെ സഹായിക്കുമെന്നത് നമ്മുടെ റബ്ബിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും അവന്റെ ഇഷ്ടവും ലക്ഷ്യമിട്ട് നാളെ പരലോകത്ത് കൊതി തീരുവോളം, ആഗ്രഹം തീരുവോളം കാരുണ്യവാനായ റബ്ബിനെ കാണണമെന്ന വല്ലാത്ത ആഗ്രഹം നമുക്കുണ്ട് എങ്കിൽ അവന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്ന ഒരു വലിയ ഉത്തരവാദിത്വത്തിലേക്ക് ഒരുമിച്ചിറങ്ങാൻ നമുക്ക് കഴിയണം. അതിന് നിങ്ങൾ ഓരോരുത്തരും MSMന്റെ കൂടെ നിൽക്കണം. നമുക്കിറങ്ങാം. MSMന്റെ ചരിത്രം, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ട്. വിശ്വാസികൾ എന്ന നിലയിൽ ഈ ഒരു വലിയ ഉത്തരവാദിത്വ നിർവഹണത്തിൽ നിങ്ങൾ ഓരോരുത്തരും MSMന്റെ കൂടെ ഉണ്ടാകണമേ. തീർച്ചയായും നിങ്ങളോടൊപ്പം MSM ഉണ്ട്. എല്ലാ അർത്ഥത്തിലും അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ മുന്നേറുക. ഞാൻ നിർത്തുകയാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ ഫിർഔന്റെ അടുക്കലേക്ക് അള്ളാഹ് നിയോഗിച്ചപ്പോൾ അള്ളാഹ് പറഞ്ഞൊരു വർത്തമാനം കൂടെ, ലാ തഖാഫ ഇന്നനി മഅകുമ അസ്മഉ വ അറ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോടും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമയോടും അള്ളാഹ് പറയുകയാണ്, മൂസ, ഹാറൂൻ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഫിർഔൻ എത്ര കണ്ട് അതിക്രമിയും ധിക്കാരിയും എന്തുമാകട്ടെ, എങ്ങനെയുമാകട്ടെ, നിങ്ങൾ പേടിക്കേണ്ടതില്ല. ലാ തഖാഫ, നിങ്ങൾ ഭയക്കണ്ട. ഇന്നനി മഅകുമ, ഞാനുണ്ട് കൂടെ എന്ന് അള്ളാഹ് പറയുകയാണ്. നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. അസ്മഉ വ അറ, എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നവനായി ഞാനുണ്ട് എന്ന് അള്ളാഹ് പറയുമ്പോൾ തീർച്ചയായും ഉണ്ട് സഹോദരങ്ങളെ, നമ്മോടൊപ്പം നമ്മുടെ റബ്ബ് എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമായി. ഈ ഒരു ബോധത്തോടുകൂടെ ക്യാമ്പസിൽ ഇറങ്ങാൻ, നമ്മുടെ കലാലയങ്ങളിൽ ഇറങ്ങാൻ, നമ്മുടെ കുടുംബത്തിലേക്ക് ചൊല്ലാൻ, നമ്മുടെ സഹപാഠികളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, നമ്മുടെ നാട്ടുകാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയണം. അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.